വിവരാവകാശ നിയമം 2005. വിവരാവകാശ നിയമം എന്നാൽ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുമ്പ് വിവരാവകാശ നിയമത്തിന്റെ പ്രയോജനം എന്താണെന്നും വിവരാവകാശ നിയമം ആലേഖ്യം ചെയ്ത വ്യക്തി ആരാണെന്നും വിവരാവകാശ നിയമം 2005-നായി ആരാണ് പോരാടിയതെന്നും അദ്ദേഹത്തിന്റെ ജീവിത രീതി എന്തായിരുന്നുവെന്നും നാം ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ആരാണ് അരവിന്ദ് കെജ്രിവാൾ ജി എന്ന് എല്ലാവർക്കും നന്നായി അറിയാം. വിവരാവകാശ നിയമം 2005-നായി പോരാടിയ അരവിന്ദ് കെജ്രിവാൾ ജി വിദ്യാസമ്പന്നരായ മുഴുവൻ യുവാക്കൾക്കിടയിലും, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്യുന്നവരുടെ ഇടയിലും IT മേഖലയിലുള്ളവരുടെ ഇടയിലും ഇത്രയും പെട്ടെന്ന് എന്തുകൊണ്ട് കൂളിളക്കം സൃഷ്ടിച്ച് പൊതുജന ഹൃദയങ്ങളിൽ എങ്ങനെ തീവ്ര സ്വാധീനമായി? വിദ്യാസമ്പന്നരുടെ മനസ്സുകളിലും കുരുന്ന് ഹൃദയങ്ങളിലും മാത്രമല്ല, മുതിർന്നവരുടെ മനസ്സുകളിലും പറിച്ചു മാറ്റുവാൻ കഴിയാത്ത വിധം എങ്ങനെ ഇടം പിടിച്ചു? ഫേസ്ബുക്ക്, ട്വിറ്റർ മുതലായ സോഷ്യൽ മീഡിയയിൽ എങ്ങനെ 3-ാം സ്ഥാനം നേടി കെജ്രിവാൾ മുന്നേറുന്നു? എത്രയോ നേതാക്കന്മാർ ഇന്ത്യ രാജ്യത്തുണ്ടായിട്ടും കത്തിജ്വലിക്കുന്ന സിംഹം എന്ന് എന്തുകൊണ്ട് ഇദ്ദേഹത്തെ ജനം വിശേഷിപ്പിക്കുന്നു? സൈക്കിൾ യജ്ഞം കാണുവാൻ പോലും ജനം തടിച്ചുകൂടുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇന്ന് മുഖ്യധാരാ പാർട്ടികൾക്ക് പോലും റാലിയും സമ്മേളനവും നടത്തുവാൻ ആളുകളെ കിട്ടാതായ മോഡേൺ യുഗത്തിൽ ഓരോ പാർട്ടികളും അണികളോട് സോഷ്യൽ മീഡിയയിലേക്ക് തിരിയുവാൻ ആഹ്വാനം ചെയ്തിട്ട് പോലും അവർക്കാർക്കും ലഭിക്കാത്ത സ്വാധീനം, ഒരാഹ്വാനവും കൂടാതെ ഇത്രയും ജനപ്രീതി കെജ്രിവാൾ ജി എങ്ങനെ നേടിയെടുത്തു? ഇന്ത്യയിലെ ഗ്രാമാന്തരങ്ങളിൽ ഫേസ്ബുക്കിലും ട്വിറ്ററിലും കെജ്രിവാൾ ജിയുടെ ആരാധകർ എങ്ങനെ നിറഞ്ഞു നിന്നു? ഇതുവരെ ഇല്ലാത്ത വിധം സുപ്രീം കോടതി CBIയോട് സർക്കാരിന്റെ പാവകളാണോ നിങ്ങളെന്ന് ചോദിക്കുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങി. ഇതിന്റെ എല്ലാം കാരണം എന്താണ്? തീർച്ചയായും ചിന്തിക്കേണ്ട വിഷയം തന്നെയാണ്. പാർട്ടിക്കാർ തമ്മിൽ പ്രത്യക്ഷത്തിൽ മല്ലടിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ നേതാക്കൾ ആം ആദ്മി പ്രവർത്തകരെ കാണുമ്പോൾ നിശബ്ദരാകുന്നു, ആം ആദ്മി പ്രവർത്തകരെ ബഹുമാനിക്കുന്നു? ഇതെല്ലാം അറിയുവാൻ നിങ്ങൾക്കും അതീവ താല്പര്യമുണ്ടെന്ന കാര്യത്തിൽ തർക്കമില്ലെങ്കിലും മുഴുവൻ വിവരിക്കുവാൻ ദിവസങ്ങൾ തന്നെ വേണ്ടിവരുമെന്നിരിക്കെ 10 മിനിറ്റിൽ അവസാനിപ്പിക്കാവുന്ന രത്നച്ചുരുക്കം മാത്രം ഇവിടെ വിവരിച്ചതിന് ശേഷം വിവരാവകാശ നിയമത്തെക്കുറിച്ച് പറഞ്ഞാൽ മാത്രമേ ഇനി അങ്ങോട്ട് എന്തെല്ലാം മാറ്റങ്ങളാണ് വേണ്ടതെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഈ വീഡിയോ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ആകാംക്ഷ കണക്കിലെടുത്ത് ഇതിലൂടെ കെജ്രിവാൾ ജിയുടെ കുടുംബത്തെ നമുക്ക് പരിചയപ്പെടാം. കെജ്രിവാൾ ജിയുടെ മാതാപിതാക്കൾ, സഹധർമ്മിണി, മക്കൾ എന്നിവരെയും പരിചയപ്പെടാം. ഈ കുടുംബത്തിന്റെ കുറച്ച് ശബ്ദവും നിങ്ങളെ കേൾപ്പിച്ച ശേഷം നമുക്ക് തുടരാം. महात्मा गांधी थे, उसी में ही उन्होंने आंदोलन करके देश को आजाद चलाया. बाकी वो जितने लोग थे कोई नहीं आया. ये देश के लिए कुछ कर रहा है, देश के लिए बोल रहा है तो अच्छा लगता है. मेरी जिंदगी भगवान के हाथ में, और अगर एक अरविंद मरेगा तो 100 अरविंद पैदा होंगे. अरविंद पूरा नाम अरविंद केजरीवाल, दुबले पतले सामान्य पदकाठी, सिर पर आम आदमी होने का ऐलान करती टोपी, देखने में पूरी तरह हिंदुस्तान के आम आदमी. लेकिन जब ये आम आदमी दहाड़ता है तो दिल्ली का तख्त हिलता है. जिस देश के प्रधानमंत्री के लिए उस देश की जनता खतरा बन जाए, मुझे लगता है कि फिर प्रधानमंत्री जनता का विश्वास खो चुके हैं. प्राउड ऑफ माय फादर, क्योंकि वो ऐसा काम कर रहे हैं जिसकी अभी बहुत जरूरत है आजकल की सोसाइटी में. बेटा पुलकित पापा का दुलारा है, उसे गर्व है अपने पिता पर. हमें बिल्कुल परेशानी नहीं होती क्योंकि हम जानते हैं पापा ईमानदारी से काम कर रहे हैं और मतलब हमें पूरा प्राउड है. लेकिन सबसे बड़ी चुनौती है उनकी पत्नी सुनीता के सामने. अरविंद केजरीवाल दुनिया भर में जागरूकता की लौ जला रहे हैं, लेकिन कम ही लोग जान सकते हैं या समझ सकते हैं कि अरविंद केजरीवाल की पत्नी होना सुनीता के लिए कितना बड़ा दबाव है. लेकिन इस दबाव से आगे, इस दबाव से डरे बिना जिंदगी में इस मकाम को आगे ले जाना अगर अरविंद केजरीवाल की जरूरत थी तो कई मायनों में सुनीता की मजबूरी भी थी. आज अरविंद केजरीवाल का कमाल तो पूरी दुनिया देख रही है, लेकिन कम ही लोग जानते हैं कि इस कमाल को धैर्य के सांचे में बहुत मुश्किल से गढ़ा है सुनीता केजरीवाल ने.
सुनीता हर कदम पर खुशी हो गम हो साथ रही हैं और धीरज के साथ रही हैं। सुनीता केजरीवाल न सिर्फ घर संभालती हैं, बल्कि इस घर को चलाती भी हैं। उन्हीं की कमाई से ये घर चलता है। ഹരിയാനയിലെ ശിവാനി ഗ്രാമത്തിൽ കോടീശ്വരന്മാരായ മിസ്റ്റർ ആൻഡ് മിസ്സിസ് ഗോവിന്ദ് ഗീത കെജ്രിവാൾ എഞ്ചിനീയർ ദമ്പതിമാരിൽ മൂത്ത പുത്രനായി 1968 ജൂൺ 16 മാർവാടി സമ്പന്ന കുടുംബത്തിൽ ജനിച്ച് ഇന്ത്യൻ റവന്യൂ സർവീസിൽ ഇൻകം ടാക്സ് കമ്മീഷണറായി ജോലി നോക്കുമ്പോൾ തന്നെ ഇദ്ദേഹം സജീവ സാമൂഹ്യ സേവനത്തിൽ മുഴുകിയിരുന്നു. 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ അടിസ്ഥാന മൗലിക ഉറവിടം തേടിപ്പോയതിനും അഴിമതിക്കെതിരെ അതിശക്തമായി പോരാടിയതിനും ഏഷ്യയുടെ നോബൽ സമ്മാനം എന്നറിയപ്പെടുന്ന റാമൺ മാഗ്സേസെ അവാർഡ് 2006 അദ്ദേഹത്തെ തേടിയെത്തി. പൊതുജനത്തിന് വിവരാവകാശ നിയമത്തിന്റെ പ്രയോജനം ഇന്ന് ചില്ലറയല്ല. വിലക്കയറ്റം സൃഷ്ടിക്കുന്നവർ ആരാണെന്ന് ഈ നിയമം നിലവിൽ വന്നതുകൊണ്ട് പുറം ലോകം അറിഞ്ഞു. വരും വർഷങ്ങളിൽ ഈ അഴിമതി തുടരുകയാണെങ്കിൽ പ്രതിമാസം 1 ലക്ഷം രൂപ വരുമാനമുള്ളവർക്ക് പോലും ജീവിക്കുവാൻ സാധിക്കുകയില്ല എന്നതാണ് യാഥാർത്ഥ്യം. അഴിമതിയെ പിഴുതെറിഞ്ഞില്ലെങ്കിൽ മുഴുപട്ടിണിയുടെ നാളുകൾ വിദൂരമല്ല. അരവിന്ദ് കെജ്രിവാൾജിക്ക് ഹർഷിത എന്ന ഒരു മകളും പുൽകിത് എന്ന ഒരു മകനുമുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ ഇൻകം ടാക്സ് അഡീഷണൽ കമ്മീഷണറാണ്. സ്വരാജ് എന്ന പേരിൽ അദ്ദേഹം എഴുതിയ പുസ്തകം പ്രസിദ്ധിയാർജിച്ചതാണ്. സാധാരണക്കാരെ സഹായിക്കുവാനായി പരിവർത്തൻ എന്ന സാമൂഹ്യ സേവന സംഘടന 1999 ഇദ്ദേഹം സ്വയം രൂപീകരിച്ചു. ഇന്ന് ഇന്ത്യയിലെ ജനങ്ങൾക്ക് ഏറ്റവും പ്രയോജനകരമായ വിവരാവകാശ നിയമം കൊണ്ടുവരുവാൻ ഇദ്ദേഹം ശബ്ദിച്ചതും ഈ നിയമം നടപ്പിൽ വരുത്തുവാൻ സർക്കാർ മനസ്സില്ലാ മനസ്സോടെ നിർബന്ധിതമായതും പരിവർത്തൻ എന്ന ഈ സംഘടനയുടെ പ്രവർത്തനം മൂലമാണ്. വിവരാവകാശ നിയമം ഉപയോഗിച്ച് മുനിസിപ്പാലിറ്റികളിലെയും വൈദ്യുതി ബോർഡുകളിലെയും സർക്കാർ സഹായ നിധികളിലെയും അഴിമതികൾ ഇദ്ദേഹം ഒന്നൊന്നായി പുറത്തുകൊണ്ടുവരുവാൻ തുടങ്ങി. പ്രധാനമന്ത്രി മുതൽ പഞ്ചായത്ത് മെമ്പർ വരെയുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരുടെയും ഉന്നത ഉദ്യോഗസ്ഥർ മുതൽ കീഴ് ജീവനക്കാർ വരെയുള്ളവരുടെയും വൻ കോർപ്പറേറ്റുകളുടെയും അഴിമതികളുടെ മുഴുവൻ ഡാറ്റയും ഇദ്ദേഹത്തിന്റെ കൈവശമുണ്ട്. ഇതെല്ലാം വിദൂരമല്ലാത്ത ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം പുറത്തു കൊണ്ടുവരുമെന്ന കാര്യം ആരും സംശയിക്കേണ്ടതില്ല. എന്താണ് ആം ആദ്മി പാർട്ടി? ആം ആദ്മി പാർട്ടിയെക്കുറിച്ച് വിവരിക്കുവാൻ ദിവസങ്ങൾ തന്നെ വേണ്ടിവരുമെന്നതിനാൽ ഒരു സംക്ഷിപ്ത രൂപം ഇവിടെ സൂചിപ്പിക്കട്ടെ. സാധാരണക്കാരായ 15,000 പേരുടെ നിർദ്ദേശം കണക്കിലെടുത്താണ് ആം ആദ്മി പാർട്ടി എന്ന പേർ ഈ പാർട്ടിക്ക് നൽകിയത്. ഈ പാർട്ടിയുടെ പ്രകടന പത്രികയും തയ്യാറാക്കുന്നത് ഹൈക്കമാൻഡ് അല്ല, മറിച്ച് സാധാരണ ജനങ്ങളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഘടക കക്ഷികളും പ്രധാനമന്ത്രി മൻമോഹൻ സിംഗുമെല്ലാം ചേർന്നാണ് ഇന്ത്യ രാജ്യം ഭരിക്കുന്നത് എന്നാണ് പൊതുജനം ധരിച്ചു വെച്ചിരിക്കുന്നത്. പ്രതിപക്ഷമായ BJPയും ഘടക കക്ഷികളും ചേർന്ന് സർക്കാർ ചെയ്യുന്ന കെടും കാര്യസ്ഥതയെ അതിശക്തമായി വിമർശിക്കുന്നു എന്നുമാണ് ജനങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. എന്നാൽ മൻമോഹൻ സിംഗ് ഇന്ത്യ ഭരിക്കുകയോ പ്രതിപക്ഷം എതിർക്കുകയോ ചെയ്യുന്നില്ല എന്ന വസ്തുത ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം ജനങ്ങൾക്കും വിശിഷ്യ പ്രബുദ്ധ കേരളത്തിലെ മുഴുവൻ ബുദ്ധിജീവികൾക്കും അറിയാമെങ്കിലും ഇതിനെ അതിജീവിക്കുവാനുള്ള ഒരു പകരക്കാരൻ ഇല്ല എന്നതിനാലാണ് പലരും ഇത് പുറത്തു പറയാത്തത്. ഒരു സിനിമയിൽ രജനീകാന്ത് ഉയരം കൂടിയ കെട്ടിടത്തിൽ നിന്നും താഴേക്ക് എടുത്തു ചാടുമ്പോൾ ആരെങ്കിലും വിശ്വസിക്കാറുണ്ടോ രജനീകാന്ത് കെട്ടിട മുകളിൽ നിന്നും എടുത്തു ചാടിയെന്ന്? അഥവാ ആരെങ്കിലും രജനീകാന്ത് തന്നെയാണ് താഴേക്ക് ചാടിയതെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾ മണ്ടന്മാരെന്നല്ലേ വിളിക്കൂ? അതേ റോളാണ് ഇവിടെ ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും. രണ്ടുപേരും ഒരേ നാണയത്തിന്റെ രണ്ടു വശങ്ങളാണ്. അവർ തമ്മിലടിക്കുന്നത് ചിത്രീകരിച്ച് മാധ്യമങ്ങൾ ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു. യഥാർത്ഥത്തിൽ ഇന്ത്യ ഭരിക്കുന്നത് വൻ കോർപ്പറേറ്റുകളാണ്. ഗ്യാസ്, പച്ചക്കറി, ഭക്ഷ്യവസ്തുക്കൾ മുതലായവയ്ക്കെല്ലാം വില കൂടുവാൻ കാരണമെന്താണ്? 2004 റിലയൻസിന്, അതായത് അംബാനിക്ക് BJP സർക്കാർ 17 വർഷത്തേക്ക് യൂണിറ്റിന് $2.25 ഡീസൽ വാങ്ങുവാനുള്ള എഗ്രിമെന്റ് ഉണ്ടാക്കി കൊടുത്തു. ഇത് കൊടുക്കുവാൻ പാടില്ലായിരുന്നു. അംബാനി വൻ ലാഭമില്ലാതെ ഈ കച്ചവടത്തിന് തയ്യാറാകുമോ? ഒരിക്കലും ഇല്ല.
2 വർഷം കഴിഞ്ഞപ്പോൾ പ്രണബ് മുഖർജി അത് $4.25 കൊടുത്തു. അതും അംബാനി ആവശ്യപ്പെടാതെ കണ്ട്. ഇതുമൂലം അംബാനിക്ക് $10,000 കോടി ലാഭമുണ്ട്. ഇപ്പോഴത് $17.25 എങ്ങനെ വില കൂടാതിരിക്കും? ദുരന്തഫലം അനുഭവിക്കേണ്ടത് സാധാരണക്കാർ, ഉദ്യോഗസ്ഥർ, കച്ചവടക്കാർ എന്നിവരാണ്. പച്ചക്കറികളുടെ വില താങ്ങാനാവാത്ത വിധം ഉയർന്നത് അംബാനിയുടെ റീറ്റെയിൽ ശൃംഖലയുടെ കടന്നുകയറ്റത്തോടെയാണ്. ഇന്ന് ജീവിക്കുവാൻ വർഷം 6 ലക്ഷം പോലും മതിയാകാതെ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നും കൃത്യമായി നികുതി പിരിച്ചുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ കോടികൾ വരുമാനമുള്ളവർ 5 പൈസ നികുതി അടക്കാത്തവരുണ്ട്. ചെറ്റക്കുടിലുകളിൽ താമസിച്ചിരുന്ന രാഷ്ട്രീയക്കാർ വളരെ പെട്ടെന്ന് മണിമാളികകൾ പണിയുമ്പോൾ അവരോട് ചോദിക്കൂ, നിങ്ങൾ എത്ര നികുതി അടച്ചു എന്ന്. ഇവർ പല കേസുകളിലും പ്രതികളായിട്ട് പോലും ഇവരെ പാർട്ടിയിൽ നിന്നോ സ്ഥാനത്ത് നിന്നോ പുറത്താക്കുന്നില്ല. പല മാധ്യമങ്ങളും ഇവർ അഭിനയിക്കുന്ന നല്ല വശങ്ങൾ ഉയർത്തിക്കാട്ടുന്നു, ചെയ്യുന്ന അനീതിയെ മൂടിവെക്കുന്നു. ജനങ്ങളെ മണ്ടന്മാരാക്കുവാൻ എത്ര കാലം ഇവർക്ക് സാധിക്കും? അംബാനിക്ക് ഇസഡ് കാറ്റഗറി സെക്യൂരിറ്റിയുണ്ട്. മന്ത്രിമാർക്ക് ബംഗ്ലാവും ചുവന്ന ലൈറ്റ് വെച്ച കാറും സെക്യൂരിറ്റിയുമുണ്ട്. ഇതിനായി കോടികൾ സാധാരണക്കാരനടക്കുന്ന നികുതി വരുമാനത്തിൽ നിന്നും ചിലവഴിക്കുന്നു. ഇതിനു പുറമെ അഴിമതിയും കൈക്കൂലിയും. സാധാരണക്കാരന് സെക്യൂരിറ്റിയുമില്ല, സുരക്ഷിതത്വവുമില്ല. മാത്രമല്ല വിലക്കയറ്റം അനുഭവിക്കുകയും വേണം. പോരെ, ഇതാണ് മാറി മാറി വന്ന സർക്കാരുകൾ ജനങ്ങൾക്ക് സമ്മാനിച്ചത്. അഴിമതി തുടച്ചു നീക്കിയാൽ ഭക്ഷ്യവസ്തുക്കളുടെ വില ഗണ്യമായി കുറയും. അഴിമതി നിർത്തലാക്കിയാൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും പുരോഗതി ഉണ്ടാകും. ഇതിനായി അണ്ണാ ഹസാരെയും കെജ്രിവാളും മറ്റും ചേർന്ന് വിവരാവകാശ നിയമം കൊണ്ടുവന്നതുപോലെ ജൻ ലോക്പാൽ ബില്ല് ഭരണഘടനയിൽ ഉൾപ്പെടുത്തുവാൻ ആവശ്യപ്പെട്ടു. ദുഃഖകരമെന്ന് പറയട്ടെ, ജൻ ലോക്പാൽ ബില്ല് കൊണ്ടുവന്നാൽ നേതാക്കളിൽ പലരും അഴിയെണ്ണേണ്ടി വരുമെന്ന ഭീതിയിൽ നിങ്ങൾ ജനപ്രതിനിധികളോ രാഷ്ട്രീയ കക്ഷികളോ അല്ലെന്ന് പറഞ്ഞ് അതിന് മറുപടി പോലും നൽകിയില്ല. ഇതുപോലെയുള്ള നിഷേധത്തെ അതിജീവിക്കുവാൻ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുവാൻ കെജ്രിവാളും കൂട്ടരും നിർബന്ധിതരായി. വഞ്ചകരും കാപട്യമുള്ളവരും ഒഴിച്ച് സത്യസന്ധന്മാരായ മുഴുവൻ ആളുകളും ഈ പാർട്ടിയിൽ അണിനിരന്നു. അതുകൊണ്ട് തന്നെ ആം ആദ്മി പാർട്ടിയുടെ ഭരണം ഉടൻ വരും, തീർച്ച. ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്ത അത്രയധികം ജനപിന്തുണയാണ് ഈ പാർട്ടിക്ക് ലഭിക്കുന്നത്. ജനങ്ങൾ എന്നും വിഡ്ഢികളല്ല എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. ആം ആദ്മി പാർട്ടിയുടെ മന്ത്രിമാർക്കോ MP-മാർക്കോ സർക്കാർ വണ്ടിയോ ബംഗ്ലാവോ ഉണ്ടാവില്ല. സാധാരണക്കാർക്കായിരിക്കും സെക്യൂരിറ്റി. അഴിമതി മൂലം വെറും വിലക്കയറ്റമാണോ ഉണ്ടാകുന്നത്? ഭക്ഷ്യപദാർത്ഥത്തിൽ കൃത്രിമം, മരുന്നുകളിൽ, മെഡിക്കൽ ടെസ്റ്റുകളിൽ കൃത്രിമം, പച്ചക്കറികളിലും പഴങ്ങളിലും രാസപദാർത്ഥവും കൃത്രിമവും. ഇതുമൂലം ഒരു വീട്ടിൽ ചുരുങ്ങിയത് ഒരു രോഗി എങ്കിലും ഉണ്ടാകുന്നു.